ഹലോ ഗൈസ്, ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പഴയ തറവാടാട്ടോ. കാടെല്ലാം പിടിച്ചൊരു പഴയൊരു തറവാട്, അതിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് വെറുതെ ഒന്നും കൊണ്ട് വന്നേരം ഇന്നൊരു വീഡിയോ ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം വേറെ വീട് വെച്ച് പോയി. അങ്ങനെ വീടെല്ലാം ഒരു ഒറ്റപ്പെട്ട് കിടക്കും. ഇവിടെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു പണ്ട്. അച്ഛൻ ഇരിക്കുന്ന കസേലട്ടത്. നമ്മളെല്ലാം പണ്ട് ടി വി കാണാൻ വരുന്നത് ഈ വീട്ടിലാണ്. ഇപ്പോൾ ആരും ഇങ്ങോട്ട് വരാറായി. മൊത്തം കാട് പിടിച്ചു. എല്ലാ പഴയ തറവാടിൻ്റെ അവസ്ഥ ഇതുതന്നെ ആവല്. കുറച്ച് കാലം കഴിയുമ്പോൾ അവിടുത്തെ പ്രായമില്ല ആൾ മരിച്ചു പോകുമ്പോൾ എല്ലാവർക്കും അവസ്ഥ ഇതന്നെ. പിന്നെ ആരും തറവാട് നോക്കില്ല. ഈ കഷ്ടപ്പാട് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര വീടാക്കി ഒന്നാരും മനസ്സിലാക്കില്ല. ഇങ്ങനെ തറവാട് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കും. കിണർ എല്ലാം ഉണ്ട് കേട്ടോ, നല്ല വെള്ളമുണ്ട്, മോട്ടറും കാര്യമെല്ലാം ഉണ്ട്. കിണറിൽ അത്യാവശ്യം നല്ല വെള്ളമെല്ലാം ഉണ്ട്. പക്ഷേ ഈ വീടിൻ്റെ സൈഡിൽ തന്നെ തോട്, ഞാൻ ഇന്നലെ അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ആ തോട് ഇതിലെ ഒഴുകുന്ന കേട്ടോ, തോടും കാര്യമെല്ലാം ഉണ്ട്. തറവാടിങ്ങനെ ഒരു മ്യൂസിയം പോലെ ആയി. ആരും നോക്കാറില്ല, ആരും വരാറില്ല, അങ്ങനത്തെ ഒരവസ്ഥ. ഇപ്പോൾ ചോർച്ചയിലുണ്ടാകുന്നു. മുകളിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇങ്ങനെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അകത്തല്ല, ഇതെല്ലാം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പഴയൊരു ഹോട്ടൽ കാണുന്നുണ്ട്. ആരെ ഹോട്ടലൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കറണ്ടൊന്നും കട്ടാക്കിയിട്ടില്ല. ഇത് നമ്മളൊരു മാഷ വീട് കേട്ടോ. മാഷ പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തേക്ക് വേറെ വീട് വെച്ച് മാറി. പഴയൊരു കണ്ണാടി. ഇവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കുക. ഇവിടെ ഒരു പാലം ഞാൻ കാണിച്ചു തരട്ടാ. ഒരു പഴയ അണക്കെട്ടുണ്ട്. പഴയൊരു അണക്കെട്ട്. ഇതാണ് അവർ തോട്ടിലേക്ക് ഇറങ്ങുന്ന വഴി കേട്ടോ. അതെല്ലാം മൊത്തം കാട് കയറി പിടിച്ച്. ഇത് പഴയ തോടിൻ്റെ അണക്കെട്ടാട്ടോ. ഇങ്ങനെ അണക്കെട്ട് അവിടെ പലയിലിട്ടാൽ വെള്ളം അങ്ങനെ കുളിക്കേണ്ട സൗകര്യമുണ്ടാവും. ചെറിയൊരു പാലം. പിന്നെ ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. ക്ഷേത്രം ഞാൻ കാണിച്ചു തരാം. ഒരു ക്ഷേത്രമാണ്. നിത്യപൂജയൊന്നുമില്ല. അപ്പോൾ അവിടെ അപ്പോൾ ഓക്കെ ഗൈസ്.